ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് അൻറ്റാലിയ ബീച്ചിലാണ്. ഇതിൻ്റെ പേര് കൊണിയാലിറ്റി ബീച്ച്. ഇത് വൺ ഓഫ് ദ ലോങ്ങസ്റ്റ് ബീച്ചാണ്. ഇതിൻ്റെ സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ 13 കിലോമീറ്റർ ഉണ്ട്. സോ അതിങ്ങനെ പരന്ന് കിടക്കുകയാണ്. ഞങ്ങൾ ഇന്ന് ഡൂഡൻ വാട്ടർഫോൾസ് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. പോകുന്ന വഴിക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്ത് ഇതിൻ്റെ തലേദിവസം ഞങ്ങൾ ഇവിടെ ഇറങ്ങി കുളിച്ച് പിറ്റേ ദിവസം രാവിലെയാണിത്. നല്ല മനോഹരമായ ഒരു ബീച്ച്, ഫുള്ള് പെബിൾസ് ആണ് അവിടെ. ഇതിൽ ഇങ്ങനെ നല്ല വെയിലുണ്ടായിരുന്നു, പക്ഷെ അവിടെ ഫുള്ള് ആൾക്കാർ ബാത്തിങ്ങും മറ്റ് ആക്ടിവിറ്റീസൊക്കെ ആയിരുന്നു. നിങ്ങൾ കാണുന്ന പോലെ ഇത് സീ കഴിഞ്ഞിട്ട് നേരെ അപ്പുറത്ത് ഫുള്ള് മലകളാണ്, വലിയ മൗണ്ടൻസ് ആണ്. നല്ല മനോഹരമായ വ്യൂ ആണ് അവിടുന്ന്. പിന്നെ ഇവിടുന്ന് ഒരു അരമണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ഡൂഡൻ ഹയർ വാട്ടർഫോൾസ് രണ്ടെണ്ണം ഉണ്ട്. ഡൂഡൻ വാട്ടർഫോൾസ് ഹയറും ഉണ്ട്, ലോവറും ഉണ്ട്. ലോവർ വന്നിട്ട് നേരെ സീയിലോട്ട് വന്ന് ചേരുന്ന വാട്ടർഫോൾസാണ്. അത് അവിടെയും ഞങ്ങൾ പോയിരുന്നു, പക്ഷേ ഇതിൻ്റെ വീഡിയോ മാത്രമാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഡൂഡൻ വാട്ടർഫോൾസിൽ എത്തി. നമുക്ക് ഈ വാട്ടർഫോൾസിൽ 3 തരത്തിലുള്ള വ്യൂ ലഭിക്കും. ഒന്ന് മുകളിൽ നിന്ന്, പിന്നെ നേരെ താഴേട്ട് ഇറങ്ങിപ്പോകാനുള്ള സ്റ്റെപ്സ് ഉണ്ട്, അവിടെ ചെന്ന് താഴെ നിന്നൊരു വ്യൂ കിട്ടും. പിന്നെ ഇപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ താഴെ ഫുള്ള് ഗുഹകളാണ്. അതിലെ കയറി നമുക്ക് നടന്നാൽ ഈ വാട്ടർഫോൾസിൻ്റെ നേരെ പുറകുവശത്തെത്തും. അതിൻ്റെ പുറകിൽ നിന്നുള്ള വ്യൂ. അങ്ങനെ 3 തരത്തിലുള്ള വ്യൂസ് വരുന്ന മനോഹരമായ ഒരു വാട്ടർഫോളാണിത്. ഇത് നല്ല ഫേമസ് വാട്ടർഫോളാണ് ടർക്കിയിലെ. ഇവിടെ എൻട്രി ഫീസ് കുറവാണ്. ഒരാൾക്ക് ഏകദേശം 60 ലിറ അത്ര ഏതാണ്ടുള്ളത്. That's good? Yeah. What's the protections ഇവിടെ? കൊച്ചിനെ ഞാൻ വാങ്ങിക്കട്ടെ? Look at that. Turn off. ഈ വാട്ടർഫോൾസ് ഒഴുകി എത്തുന്നിടത്ത് എൻഡിങ്ങിൽ ഫുള്ള് റെസ്റ്റോറൻറ്റ്സ് ആണ്.
നമുക്ക് വാട്ടർഫോൾസിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഫുഡ് കഴിക്കാം. നല്ല ഫുഡാണ് ഇവിടുത്തെ. നമുക്കറിയാമല്ലോ ഗ്രില്ല്, ടർക്കിഷ് ഫുഡ് നല്ല ഫേമസ് ആണ്. ഫുള്ള് ഗ്രില്ലായിട്ട്. ഇതിനകത്തോട്ട് വന്നു വെച്ചു. Coco. അവിടെ ലൈറ്റൊക്കെ ഉണ്ട്. അവനെ എടുക്കുന്ന കയറാം. അതിനകത്ത് ഈ കാണുന്ന സ്റ്റെപ്സ് കയറി ചെല്ലുമ്പോഴാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ കേവില് നമുക്ക് വാട്ടർഫോൾസിൻ്റെ പുറകെ നിന്നുള്ള വ്യൂ കിട്ടും. ഇത് ഫുള്ള് ഇങ്ങനെ വെറ്റായിട്ട് കിടക്കുന്നതുകൊണ്ട് കയറാനൊന്നും മടിച്ചു നിന്നപ്പോൾ അവിടുത്തെ ഒരു നേറ്റീവ് 3 പിള്ളേരെയും കൊണ്ട് കയറണം. അത് കണ്ടപ്പോൾ നമുക്കൊരു ആശ്വാസം തോന്നി. അതുകൊണ്ട് അതിൻ്റെ പുറകെ അങ്ങ് വിട്ടു. ഇടുങ്ങിയ വഴിയാണ്. ഞാൻ കുഞ്ഞാണ്, സ്വച്ഛം കൂടെ വന്നു. പിന്നെ തെന്നുന്നുണ്ടായിരുന്നു. നമ്മൾ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ തെന്നി വീഴാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതിന് പൊക്കക്കുറവായതുകൊണ്ട് തലയെന്നിരിക്കാനുള്ള ചാൻസസും ഫുള്ളാണ്. പിന്നെ അതിൻ്റെ അകത്ത് നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇപ്പം ഇങ്ങനെ വിൻഡോ പോലെ കുറേ ഉണ്ട്. ഇപ്പോൾ ഇതിൽ നമുക്ക് വ്യൂ ഉണ്ട്. അതോടെ ചെല്ലുന്നതോറും ഇങ്ങനെയുള്ള വ്യൂ കൂടിക്കൊണ്ടിരിക്കും. വലിയ വിൻഡോസ് വരും. പിന്നെ ഓപ്പൺ ഏരിയ ഉണ്ട്. സച്ചുവിൻ്റെ തലയൊന്ന് ചെറുതായിട്ട് ഇടിച്ചു. അതാണ് അവനൊരു കരച്ചിൽ കഴിഞ്ഞിട്ട് പമ്മി കിടക്കുന്നതാണ് ഈ കാണുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇതുണ്ട്. ഇപ്പം വ്യൂസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അകത്തോട്ട് ചെല്ലുന്നതോറും നമുക്ക് നല്ല നല്ല വ്യൂസ്. ഇതിപ്പം നമ്മൾ നടന്നിപ്പം ഈ വാട്ടർഫോൾസിൻ്റെ നേരെ പുറകിലെത്തും. ചെറിയ ചെറിയ വഴികളാണ്. അവൻ്റെ കരച്ചിലൊക്കെ മാറ്റാൻ വേണ്ടി അവൾ അവനെ കളിപ്പിച്ച് സെറ്റാക്കി.
ഒത്തിരി വെള്ളമാണ്, ഞാൻ എടുക്കാം. ഇവിടെ മൊത്തം ഡ്രിപ്പിംഗ് അടി. മുഴുവൻ വെള്ളം വരുമോ? കണ്ടോ? അങ്ങനെ വാട്ടർഫോൾസിൻ്റെ നേരെ പുറകിലെത്തി. ഇതാണ് പുറകിൽ നിന്ന് ഏറ്റവും മാക്സിമം നല്ലൊരു വ്യൂ കിട്ടുന്നത്. ഇങ്ങോട്ട് നല്ല സ്ലിപ്പറി ആയിരുന്നു, അവളോട് വരണ്ടെന്നുണ്ടാവും പയ്യെ കാണാൻ വേണ്ടി വരുന്നുണ്ടായിരുന്നു. അവിടെ നമുക്ക് പ്രൊട്ടക്ഷൻ ഇല്ല, അവിടെ അങ്ങനെ കെട്ടിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ എന്നോട് വേണ്ട, നോക്ക് പയ്യപ്പോ പയ്യപ്പോ. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ ലോവർ ഡൂഡൻ വാട്ടർഫോൾസുമായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും.